ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് റൊട്ടീൻ സെക്കൻഡ് എടുക്കല്ലേ. അപ്പോൾ അന്നേരം ഈവനിങ് ആയിക്കോട്ടെ കേട്ട് ഈവനിങ് വീഡിയോസായിട്ട് എടുക്കണത്. അപ്പോൾ ഒരു 4 ദിവസമൊക്കെ ആയി, 4-5 ദിവസമായി ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഷോക്കാണ്. ഒന്നാമത് ഒരു ഡെത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ബ്രദറ് ട്രെയിൻ ആക്സിഡൻറ്റിൽ ഡെത്തായി. അപ്പോൾ അതിൻ്റെ ഷോക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ഒന്നും ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഇല്ല. പിന്നെ ഏട്ടൻ ഇവിടെ ഇല്ല. ഏട്ടപ്പോൾ പോയിട്ട് ബുധനാഴ്ച പോയതാണ്. 3 ദിവസമായി വീട്ടിലേക്ക് വരുന്നില്ല. അവിടെ സ്റ്റേ ചെയ്തിരിക്കണം, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസും കാര്യങ്ങളും ഇങ്ങനെ ഡൗൺ ആവണത്. അപ്പം നമുക്ക് ഈവനിങ് കാണല്ലേ എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ്. കുളിക്കാൻ പോകാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ കരുതിയൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടാലോ. അപ്പോൾ കുളിച്ചിട്ട് നമുക്കിനി കാണാം. 6 മണിയായി അല്ലോ. ഈ ഫോട്ടോസ് ഞങ്ങൾ ഊട്ടി പോയെന്ന് എടുത്താട്ടോ. എന്താ ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ആവണമെന്ന്. പിന്നെ അതൊക്കെ കൃതി ബേബീൻ്റെ അത് ഞങ്ങൾ എന്താ പറയുക, കൃതി ബേബിക്ക് 6 മാസമല്ലെന്ന് നമ്മുടെ ബേബി ഷവറോ എന്തൊക്കെ നടത്തുമല്ലോ, അങ്ങനെ എടുത്താ. ഇതൊക്കെ ഒരു കല്യാണം. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയറോ അങ്ങനെ അതിൻ്റെ എടുത്തതാ കേട്ടോ. ഈ കാണുന്ന ഫോട്ടോ ഈ ഫോട്ടോ ഞാനാണ്. ഇപ്പം മേലൊക്കെ കഴുകി എത്തിയിട്ടുണ്ട് കേട്ടോ. പൊട്ടൊന്നും അനങ്ങിയാൽ പോകൂല. ഇനി നാളെ രാവിലെ കുളിക്കുമ്പോൾ പോയി, അല്ലെങ്കിൽ നാളെ മറ്റന്നാളൊക്കെ അങ്ങനെയുള്ളൂ. സ്റ്റിക്കറായതുകൊണ്ട് നല്ല ഉറപ്പായി നിൽക്കും. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കെത്തിക്കാൻ നേരമായപ്പോൾ തന്നെ പിന്നെ അച്ഛൻ വന്നു. അച്ഛൻ ഹോസ്പിറ്റലിൽ കാണിച്ച് അങ്ങനെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞിട്ട് എവിടെയാണ് ഈ ക്യാമറ വെച്ചെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കൃതി ബേബിക്ക് കളിക്കാൻ വേണ്ടി ഊഞ്ഞാല കെട്ടി കൊടുത്തതാണ് കേട്ടോ. അത് അവളെ കുഞ്ഞാവനിട്ട് ആട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ വിളക്കത്തിച്ചുകൊണ്ടിരിക്കുക. മഴ ആയതുകൊണ്ട് തീപ്പെട്ടി എത്ര ഒരതിയിട്ടാണ് കത്തി പിടിക്കണില്ല. അങ്ങനെ ഒരതി എന്തായാലും കത്തിപ്പിടിച്ചു. അപ്പോൾ എന്തിനാ ഈ വിളക്കൊക്കെ വെക്കണതൊക്കെ വീഡിയോ എടുക്കണേന്ന് ചോദിച്ചൊക്കെ അച്ഛനട്ടോ. ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഈവനിങ് റൊട്ടീനല്ലേ, അതായത് ഈവനിങ് നടക്കുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ച് ഞാൻ കൊണ്ടുപോകും കേട്ടോ. ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കണമല്ലോ, ദീപം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി വെച്ച് അങ്ങനെ വിളക്കുക ഇവിടെ കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ വേറൊരു വീടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കൃതി ബേബി അമ്മാമ്മ ഇതാ താഴത്തെ വീട്ടിൽ വർത്താനം പറയാനും കളിക്കാനൊക്കെ ആയിട്ട് പോയതാട്ടോ. സമയം വിളക്കെത്തിക്കണ നേരമായിന്, പക്ഷേ ഇരുട്ടാവാത്തതുകൊണ്ട് അതിൻ്റെ ഇടയിൽ അമ്മച്ച വന്നപ്പോൾ മിഠായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിച്ച് അങ്ങോട്ട് കഴിക്കാൻ വരിക അങ്ങനെ 5 മിഠായി ഒരൊറ്റ അങ്ങോട്ട് ഇങ്ങോട്ട് മണ്ടലും കഴിച്ചു കണ്ടോ. ഞാൻ അടുത്ത് പോവുകയാണ് താഴത്തേക്ക്. പിന്നെ ഞാനും കുറച്ച് നേരം അവിടെ പോയി നിന്ന് സംസാരമൊക്കെ ഇങ്ങനെ കേട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. പിന്നെ ഇതാവലെ രണ്ടാളും വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛന് റോക്കിനെ പുറത്തിറക്കിയിട്ടുണ്ട്. ഓന് മൂത്രയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഓനെ ഈ ഒരു ടൈമിലാണ് പുറത്തിറക്കുക. അപ്പോൾ ഓനൊന്ന് കാലൊന്ന് ഓടിക്കോട്ടെ എഴുതിയിട്ട് ആയിക്കൂടൊക്കെ ഏത് സമയത്തും കൂട്ടില്ലല്ലേ, അപ്പോൾ ആയിക്കൂടൊക്കെ ഒന്ന് കൊണ്ടു നടക്കാൻ. ഇതാണ് ഞങ്ങളെ റോക്കി ബായ്. റോക്കെ പറഞ്ഞ കേൾക്കും, നല്ല കുട്ടിയാണ്. വെള്ളം കുടിക്കുക. കുറച്ച് ഓടി കഴിഞ്ഞാൽ പിന്നെ അവന് വെള്ളവും കാര്യങ്ങളൊക്കെ വേണം. ചെറിയ കുട്ടിയായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയതാണ് അവന്. കിട്ടിയതല്ല, ഞങ്ങൾ വാങ്ങിച്ചതാണ് ആ ഒരു ടൈമിൽ കേട്ടോ. പിന്നെ എത്ര പെട്ടെന്ന് അറിയാൻ വലിയതായത്. ഇപ്പോൾ 2 വയസ്സായി അവന്. അപ്പോൾ അതാ റോക്കിനിപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, പച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അമ്മ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും സമ്മതിക്കില്ല കേട്ടോ. ഗുഡ് ബോയ് പറയും.
എണീക്കടാ, എണീക്ക്, എണീക്കറോക്കെ, നാണം കെടുത്തല്ല, എണീക്കടാ. കുഞ്ഞിനെ മേലൊക്കെ കഴുകി കൊടുന്ന് പിന്നെ ഇരുടായി. പിന്നെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഞാൻ കൃതി ബേബിക്ക് എന്താണ് അവളെ കളർ മിഠായും ചായയൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്ത അച്ഛനും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ചായ. കാരണം അവളൊക്കെ ഇപ്പോഴാണല്ലോ വീട്ടിൽ വന്നത്. അപ്പോൾ ഞാൻ എന്തിനും എല്ലായിടത്തും കറണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കറണ്ടൊക്കെ അങ്ങനെ ഓഫാക്കിക്കൊണ്ട് നിൽക്കട്ടോ. അപ്പോൾ അതാ ഇരുട്ടായിട്ടുണ്ട്, നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാ അമ്മമ്മയും മോളും കളിക്കുകയാണ്. അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോളൂ. ഞാൻ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് എടുക്കാനൊക്കെ പോയി. നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അവൾക്ക് കൊണ്ടുപോയി വെച്ചതാണ്. അവൾ കഴിക്കണില്ല. സമയം ഉണ്ടോ, ഏറായിട്ടുണ്ട്. ഞാൻ പ്ലേറ്റ് ചെയ്താണ് അവളെ കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് കൊണ്ട് വരുമ്പോൾ ഇന്നെടുത്ത് തന്നെ കഴിക്കും. അങ്ങനെയാണ് ശീലം. അവൾക്കായിട്ട് വെച്ച് കൊടുത്താൽ അവൾ അങ്ങനെ കഴിക്കില്ല. നെയ്ച്ചോറും ചിക്കൻ കറി കണ്ടിട്ട് നെയ്ച്ചോറൊന്നും തോന്നണില്ലേ. നമ്മൾ എന്താണ് മറ്റേ എന്താ പറയുക, ക്യാരറ്റൊക്കെ അടിയിലേനു. അപ്പോൾ ഇതാ ഞങ്ങൾ രണ്ടാളും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. 9 മണിയായിട്ടോ. 9 മണിയായപ്പോഴും ആളെ കഞ്ഞി കുടിക്കും ചോറ് കുടിയിലൊക്കെ കഴിഞ്ഞിട്ടും അമ്മമ്മനായിട്ട് കളിച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും മഴയും കളിക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഏട്ടൻ്റെ എൻട്രി. പിന്നെ ഏട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് 2-3 ദിവസമായി കഴിഞ്ഞിട്ട് കാണില്ല. അപ്പോൾ അവളായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ, ഉറങ്ങാതെ അങ്ങനെ. പിന്നെ ചോറുന്നലും കുളിയും കുളി കഴിഞ്ഞല്ലോ. ചോറുന്നലും കാര്യങ്ങളും കളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഗുഡ് നൈറ്റ്.